BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സാഹോദര്യത്തിലും ഐക്യത്തിലും പരസ്പര സ്നേഹത്തിലും മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കാനും ശ്രമിക്കണമെന്നും തന്റെ ദേശീയ ദിന സന്ദേശത്തിൽ ബഹ്റൈൻ രാജാവ്, ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ പ്രതിനിധി എഡിൻബർഗ് ഡ്യൂക്ക് എഡ്വേർഡ് രാജകുമാരന്റെയും സാന്നിധ്യത്തിൽ ദേശീയ ദിനാഘോഷങ്ങളുടെയും രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ 25ാം വാർഷികത്തിന്റെയും ഭാഗമായി സഖീർ പാലസിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കവെയാണ് ഹമദ് രാജാവ് ദേശീയ ദിന സന്ദേശം നൽകിയത്. രാഷ്ട്രീയത്തിന്റെ ആധുനിക യാത്രയ്ക്ക് തുടക്കമിട്ട പിതാവ് ഷൈഖ് ഈസ ബിൻ സൽമാൻ അൽ ഖലീഫയെ ഹമദ് രാജാവ് അനുസ്മരിച്ചു. രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വളർച്ചയ്ക്കുമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹമദ് രാജാവ് നന്ദി രേഖപ്പെടുത്തി. ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിനെ പ്രതിനിധീകരിച്ച് തന്റെ സ്ഥാനാരോഹണത്തിന്റെ 25ാം വാർഷികത്തിൽ ബഹ്റൈനിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ എഡിൻബർഗ് പ്രഭു പ്രിൻസ് എഡ്വേർഡിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസാധാരണമായ സംഭാവനകൾ പരിഗണിച്ച വിശിഷ്ട വ്യക്തികൾക്കുള്ള ഓണറി മെഡലുകളും ചടങ്ങിൽ ഹമദ് രാജാവ് സമ്മാനിച്ചു. 53ാമത് ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ആസ്റ്റർ ക്ലിനിക് ഗുദൈബിയ ബ്രാഞ്ചുമായി സഹകരിച്ച് എറണാകുളം അസോസിയേഷൻ ബഹ്റൈൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് വിവേക് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മെഡിക്കൽ ക്യാമ്പ് ഫെഡ് ചെയർമാനും BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സ്റ്റീവൻസൺ സ്വാഗതം പറഞ്ഞു. ഡോക്ടർമാരായ അനസ് മുഹമ്മദ്, സുജാത ഭരത്, സുനിൽ സിതാറാം, സാദിഖ് ബാബു, ഫൈസ ബാർബർ, ആശ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, തേജസ് നഴ്സിംഗ് ഹെഡ്, ഫവാസ്, ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകരായ ബദ്രുദ്ദീൻ പൂവാർ, മുസ്തഫ പട്ടാമ്പി എന്നിവർ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. റോയ് സെബാസ്റ്റ്യൻ, സുനിൽ രാജ, ജിജേഷ് സേവിയർ, ഐസക് ജയേഷ് ജയൻ, അഗസ്റ്റിൻ ജെഫിൻ, കുമാരി ഐസക് എന്നിവർ മെഡിക്കൽ ക്യാമ്പ് നിയന്ത്രിച്ചു. ജോയിന്റ് സെക്രട്ടറി സുനിൽ ബാബു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം സമുചിതമായി ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ദേശീയ ദിനാഘോഷ ചടങ്ങുകൾക്ക് വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് ഗസീബിയ കെ കുര്യൻ, സെക്രട്ടറി ഷരവിന്ദ്, വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി അനിഷ്മ പ്രശോഭ, സെക്രട്ടറി ശ്രീമതി ആയിഷ സിനോജ്, റംസി മുനീർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മധുര വിതരണം എന്നിവ ഉണ്ടായിരുന്നു. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ജോയിന്റ് സെക്രട്ടറി ശ്രീ സെൻ ചന്ദ്രബാബു കൃതജ്ഞത രേഖപ്പെടുത്തി. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ചിത്ര ഏരിയയിലെ തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണ പാക്കറ്റുകൾ, പഴങ്ങൾ, മധുര പലഹാരങ്ങൾ, വെള്ളക്കുപ്പികൾ എന്നിവ വിതരണം ചെയ്തു. വർഷം മുഴുവൻ തൊഴിലാളികളെ സഹായിക്കാനും പരിപാലിക്കുന്നതിനുമായി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസിന്റെ നിലവിലുള്ള സംരംഭമായ ബീറ്റ് ദ കോൾഡിന്റെ ഭാഗം കൂടിയാണിത്. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസിന്റെ പ്രതിനിധികളായ ഫസലുർ റഹ്മാൻ, മസ്ഹർ, സയ്യിദ് ഹനീഫ് എന്നിവർ വിതരണത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ മനാമ സെൻട്രലുമായി സഹകരിച്ചുകൊണ്ട് ബഹ്റൈനിലെ പാവപ്പെട്ട പ്രവാസികൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അവർക്ക് ആവശ്യമുള്ള ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെയും ഡിസംബർ 31 വരെ സൗജന്യമായി കാണാനും 30 ദിനാറിന് മേൽ ചിലവ് വരുന്ന ടെസ്റ്റുകളാണ് സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ 500-ൽ പരം പ്രവാസി സുഹൃത്തുക്കൾ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12, തൈറോയ്ഡ് എന്നീ ടെസ്റ്റുകൾ വളരെയധികം സൗജന്യ നിരക്കിൽ പരിശോധിക്കാനുള്ള സൗകര്യവും ഡിസ്കൗണ്ട് കാർഡുകളും ആശുപത്രി അധികൃതർ വിതരണം ചെയ്തു. അൽ ഹിലാൽ ഹോസ്പിറ്റൽ മനാമ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ സ്വാഗതവും പ്രസിഡന്റ് ജോണി താമരശ്ശേരി അധ്യക്ഷത വഹിക്കുകയും ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോർജ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. കേരളീയ സമാജം ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ, ആശുപത്രി പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ, നൌഫൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആശുപത്രിക്കുള്ള ഉപഹാരം സമർപ്പിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ സെക്രട്ടറി മോനി ഉടികണ്ടത്തിൽ, NSS വൈസ് പ്രസിഡന്റ് അനിൽകുമാർ UK, കേരളീയ സമാജം എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ്, സെവനാർഡ് പ്രസിഡന്റ് ജേക്കബ് തൂക്കുന്തോട്, സാമൂഹിക പ്രവർത്തകരായ UV രാജീവൻ, തോമസ് ഫിലിപ്പ്, മനോജ് വടകര, അൻവർ നിലമ്പൂർ, മൻഷിർ, രാജേഷ് പെരുങ്കുഴി, അസോസിയേഷൻ രക്ഷാധികാരി ഗോപാലൻ VC, ക്യാമ്പ് കൺവീനേഴ്സ് രാജീവൻ, രാജേഷ്, സുബീഷ് മടപ്പള്ളി, വൈസ് പ്രസിഡന്റ് അഷ്റഫ് പുതിയപാലം, ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് അരകുളങ്ങര, റിഷാദ് വലിയകത്ത്, എന്റർടൈൻമെന്റ് സെക്രട്ടറി ശ്രീജിത്ത് കുഞ്ഞാലിയോട്, മെമ്പർഷിപ്പ് സെക്രട്ടറി ജോജിഷ് മേപ്പയൂർ, ലേഡീസ് വിംഗ് സെക്രട്ടറി അസ്ല നിസാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വികാസ് ജാബിർ, രമേശ് ബേബിക്കുട്ടൻ, മൊയ്തീൻ പേരാമ്പ്ര, ശരത് വൈഷ്ണവ്, ശരത്, റീഷ്മ, ജോജീഷ്
ഷെസി രാജേഷ് എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. ലേഡീസ് വിംഗ് പ്രസിഡന്റ് രാജലക്ഷ്മി സുരേഷ് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. സൽമാനിയ കാനുകാടിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ബഹ്റൈനിൽ 53ാമത് ദേശീയ ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. രാവിലെ സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ ബഹ്റൈൻ ദേശീയ പതാക ഉയർത്തി. സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ, വൈസ് ചെയർമാൻ സതീഷ് കുമാർ, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ കുട്ടികളുടെ ദേശീയ ഗാനാലാപനവും മധുര വിതരണവും ഉണ്ടായിരുന്നു. ബഹ്റൈനിലെ കലാ-സാംസ്കാരിക സംഘടനയായ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം ബഹ്റൈൻ്റെ 53ാമത് ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രസിഡന്റ് ജേക്കബ് തോക്കുതോടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെവൻ ആർട്സ് ചെയർമാൻ മനോജ് മയ്യന്നൂർ, വാർഷിക കമ്മിറ്റി ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ മോനിയൂടി കണ്ടത്തിൽ, ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ബിജു ജോർജ്, ഷർഫൽ കുഞ്ഞ്, NSS വൈസ് പ്രസിഡന്റ് അനിൽ UK എന്നിവർ സന്നിഹിതരായിരുന്നു. കോഴിക്കോട് മുക്കം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന വയനാട്ടിലെ മേപ്പാടി, പുഴുതന എന്നീ സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഭിന്നശേഷിക്കാരായ 600-ൽ പരം കുട്ടികളുടെ ആശാ കേന്ദ്രമായ ലവ് ഷോർ എന്ന സ്ഥാപനത്തിന് ബഹ്റൈൻ വയനാട് ജില്ലാ KMCC എല്ലാ മാസവും നൽകി വരുന്ന സഹായധനത്തിന്റെ 3ാം ഗഡു 50,000 രൂപ ഡിസംബർ 14 ശനിയാഴ്ച സഗിയ BMC ഓഡിറ്റോറിയത്തിൽ വയനാട് ജില്ലാ KMCC പ്രസിഡന്റ് മൂസിൻ മനത്ത് ലവ് ഷോർ ബഹ്റൈൻ ചാപ്റ്റർ ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്തിന് കൈമാറി. ചടങ്ങിൽ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഫി ബത്തേരി, ട്രഷറർ അനസ് പനമരം, ഓർഗനൈസിംഗ് സെക്രട്ടറി സഫീർ നിരവിൽപ്പുഴ, കമ്മിറ്റിയുടെ മുതിർന്ന നേതാവ് PT ഹുസൈൻ മുട്ടിൽ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഫീഖ് RV, ഷാനിദ് മാനന്തവാടി, നിഷാദ് മേപ്പാടി, ജില്ലാ കമ്മിറ്റിയുടെ രക്ഷാധികാരികളായ ഹുസൈൻ വെങ്ങപ്പള്ളി, മുനീർ അഞ്ചാമൈൽ എന്നിവരും കൂടാതെ ലവ് ഷോർ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് അൻവർ നിലമ്പൂർ, സലാം നിലമ്പൂർ എന്നിവരും BMCയുടെ മറ്റ് മെമ്പർമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ 2ാമത്തെ ഹജ്ജ് ഹൗസ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം 1 വർഷത്തിനധികം പൂർത്തീകരിക്കുകയാണെന്ന് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. കണ്ണൂരിൽ ഹജ്ജ് ഹൗസിനായി കണ്ടെത്തിയ ഭൂമി സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മട്ടന്നൂരിൽ കിൻഫ്രയുടെ ഭൂമിയിലാണ് ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക. ഭൂമി കൈമാറ്റത്തിനായി വ്യവസായ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്നുണ്ട്. ഇത്തവണ 4000-ലധികം പേർ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോകും. അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഉംറ തീർത്ഥാടകർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഹജ്ജ് ഹൗസ് വിഭാവനം ചെയ്യുന്നത്. ഹജ്ജ്, ഉംറ അല്ലാതെ മറ്റ് സമയങ്ങളിൽ മറ്റ് ചടങ്ങുകൾക്ക് വാടകയ്ക്ക് നൽകാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.